മാണിക്യച്ചെമ്പഴുക്കയും എല്ലാം എൻ്റെ ഈ എന്താ പറയണ ഒക്കാബുലറിയുടെ ഭാഷ ശേഖരത്തിലേക്ക് എടുത്തു വെക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും എന്റെ മനസ്സിൽ ശേഖരത്തെ കുറിച്ച് പറയുമ്പോൾ, ഭാഷാ ശേഖരത്തെ കുറിച്ച് പറയുമ്പോൾ, ഈ പുസ്തകം വായിച്ച ഒരു വായനക്കാരൻ എഴുതിയിട്ട കുറിപ്പ് ഞാൻ വായിക്കുകയുണ്ടായി. താങ്കളുടെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റായിട്ട് ഞാൻ വായിച്ചത്, വാക്കുകൾ മലയാള ഭാഷയുടെ ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള, എന്നാൽ നാം പലപ്പോഴും മറന്നുപോയിട്ടുള്ളതോ വംശനാശം വന്നു എന്ന് കരുതപ്പെടുന്നതോ ആയിട്ടുള്ള വാക്കുകളുടെ ഭരണി, അത് കണ്ണിമാങ്ങ ഭരണിയിലിട്ട് സൂക്ഷിക്കുന്നത് പോലെ വാക്കുകൾ താങ്കൾ ഉള്ളിലിട്ട് സൂക്ഷിക്കുകയും അത് ആവശ്യത്തിന് സ്വയമേവ അത് വന്നു പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു സ്വാഭാവികതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വരാന്തയിൽ ഇരുന്ന്, അല്ലെങ്കിൽ ഒരുപക്ഷെ അപ്പുറത്ത് മൂത്രപ്പുരയായിരിക്കാം, അവിടെ ഇരുന്നിട്ടായിരിക്കും താങ്കൾ ഈ പറയുന്ന സുഗന്ധത്തെക്കുറിച്ച് എഴുതുന്നത്. അല്ലെങ്കിൽ ഈ പവിഴമല്ലി പൂവിറങ്ങി പകല് പോകയായി. അപ്പോൾ ഈ പകല് പോകയായി എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള വാക്കാണ്. പക്ഷെ പകല് പോകയായി എന്ന് പറയുമ്പോൾ ആ നിമിഷം തന്നെ അതിൻ്റെ ദൃശ്യം കാണേണ്ടതില്ല, അതിൽ യേശുദാസ് പാടിയതാവട്ടെ ആര് പാടിയതാവട്ടെ ആ ശബ്ദം കേൾക്കണമെന്ന് പോലുമില്ല. പകല് പോകയായി എന്ന് പറയുമ്പോൾ ഒരു വിഷാദം അവിടെ നിറയുന്നു. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. അത് ഷിബു ചക്രവർത്തിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത മനസ്സിൻ്റെ അകത്ത് ഒരു കാവ്യബോധം ഉള്ളത് കൊണ്ടാണ്. ഞാൻ കവിയല്ല എന്ന് പലതവണ ആവർത്തിച്ച് ഷിബു ചക്രവർത്തി പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ഒരു കവിത്വം ഇല്ലാതെ ഇതൊന്നും സാധിക്കില്ലല്ലോ. കവിത എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കവിത എന്താണെന്ന് അറിയാവുന്ന കൊണ്ടിട്ടാണ് ഞാൻ കവി എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളെ മുൻപില് കവികളായിട്ടുള്ള ON സാറും വയലാറും ഭാസ്കരൻ മാസ്റ്ററും തമ്പി സാറും എല്ലാം നിൽക്കുന്നത് കൊണ്ടിട്ടാണ്, യൂസഫ് അലി കച്ചേരി പോലെയുള്ള റൈറ്റേഴ്സ് നിൽക്കുന്ന കൊണ്ടിട്ടാണ് കൃത്യമായിട്ട് ഞാൻ കവിയല്ല എന്ന് പറയുന്നത്. പക്ഷെ കവിതയുടെ ഇപ്പൊ ഞാനൊരു അപ്ലൈഡ് ആർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് ഒരു എന്താ പറയണ ഒരു പെയിന്റിങ്ങിന്റെ സൗന്ദര്യം വന്നു ചേരുന്നിടത്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക അതിന്റെ ഒരു കണക്കുണ്ടല്ലോ, ആ കണക്ക് അതിനോട് ഒക്കുമ്പോഴാണ് അത് മനുഷ്യർക്ക് പ്രിയപ്പെട്ടതാവുന്നത്. ഒരു പാട്ട് കവിതയെ പോയി തൊടുമ്പോഴാണ് ആ പാട്ട് മനുഷ്യരെ ഇഷ്ടത്തിന്റെ പട്ടികയിലേക്ക് എടുത്തു വെക്കുന്നത്. അപ്പൊ പാട്ടുകൾ കവിതയെ പോയി തൊടുന്നുണ്ട്, പക്ഷെ ആ തൊടുന്നത് കവിയായിട്ടുള്ള ഷിബു ചക്രവർത്തി ഇതുകൊണ്ടിട്ടല്ല. ആ പ്രോസസ്സാണ് നമ്മൾ പറയുന്നത് അപ്ലൈഡ് ആർട്ട്. കാരണം വെച്ചാല് ആ ഒരു പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ എഴുതുന്ന പല കാര്യങ്ങളും കവിതയുടെ ഗണത്തിൽപ്പെടുകയും അത് മഹത്തരമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ടായിരുന്നു. ആ പ്രവണതയ്ക്കെതിരായിട്ട് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം സിനിമയിലെ എല്ലാ പാട്ടുകളിലും കവിത വേണമെന്നില്ല, അത് ആവശ്യപ്പെടുന്നുമില്ല. ഇപ്പൊ എഗ്ദോത്തി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മുഴുവൻ ഹിറ്റായ പാട്ട്, അതിലെവിടെയാണ് കവിത? ഞാൻ തന്നെ എഴുതിയ ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ ആ സിറ്റുവേഷൻ അതാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ കവിയുടെ കുപ്പായി ഇട്ടിട്ട് നമ്മൾ പലപ്പോഴും ഉത്തരം പറയേണ്ടി വരും. പച്ചമാങ്ങ എഴുതുന്ന ആള് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എഴുതിയ ആളാണോ ഈ പച്ചമാങ്ങ എന്ന് പറയുന്നത്? എന്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലിനൊത്ത ഫിഗർ അല്ലേ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ നിങ്ങൾക്ക് നാണമില്ലായിരുന്നോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചൂടായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ആ പടം ആവശ്യപ്പെടുന്ന, ആ സിനിമ ആവശ്യപ്പെടുന്നത് ആ എഴുത്താണ് അവിടെ. അപ്പൊ അവിടെയാണ് നമ്മള് ഈ കവിത്വത്തിനെ നമ്മള് നിഷേധിക്കേണ്ടി വരുന്ന അവിടെയാണ്. ഇവിടെ ഷിബു ചക്രവർത്തിയുടെ മനസ്സ് ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ ഏതാണ് എന്ന് പുറത്തെടുത്ത് കാണിക്കുന്ന സംഭാഷണമാണ്. ഈ സംഭാഷണത്തിന് തത്തുല്യമായിട്ടുള്ള വരികളാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം തന്നെ മനു അങ്കിൾ, ഓർക്കാപ്പുറത്ത്, അഥർവം, നായർ സാബ് പോലെയുള്ള സിനിമകൾക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയിട്ടുള്ളതിൻ്റെ ഒരു ചരിത്രം കൂടി ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. സാമ്രാജ്യം പോലെയുള്ള സിനിമകൾ, അഭയം, പാർവതി പരിണയം പോലെയുള്ള സിനിമകൾ, ചുരം പോലെയുള്ള സിനിമകൾ, അതിൻ്റെ തിരക്കഥയും സംഭാഷണവും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അഥർവം എന്ന സിനിമയിൽ അതിൻ്റെ ഗാനങ്ങൾ എഴുതുമ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടി കൂടുതൽ ഫിലോസഫിക്കലായിട്ടുള്ള വരികൾ സ്വയം അറിയാതെ അതിൽ വന്നു ചേർന്നിട്ടില്ലേ? അതെ, അത് പക്ഷെ ഞാനല്ല എഴുതിയതെന്ന് മാത്രം, അത് എഴുതിയത് ON സാറാണ്. അഥർവത്തിൽ താങ്കളുടെ തിരക്കഥയായിരുന്നു അല്ലേ? കഥ തിരക്കഥയല്ല എന്റെ തന്നെയാണ്, സംഭാഷണം എന്റെ തന്നെയാണ്. പക്ഷെ അതിന് കുറേയും കൂടി സീരിയസ് ആയിട്ടുള്ള, കാരണം ആ പടം ആവശ്യപ്പെടുന്ന
തരത്തിൽ അതിൽ പാട്ട് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ മുകളില് ONV സാറിനെ വിളിച്ചിട്ടാണ് ഞാൻ അതിലെ പാട്ട് എഴുതിച്ചത്. ഞാൻ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പലർക്കും അറിയുകയുമില്ല. ONV സാർ എഴുതിയതാണ് എന്നറിയാമെങ്കിൽ തന്നെയും അതിലെ കഥയും തിരക്കഥയും എല്ലാം എഴുതിയ ഒരു വ്യക്തി തന്നെ, അത് ഗാനരചയിതാവ് കൂടിയായിട്ടും ഇത് ഞാൻ എഴുതേണ്ടതില്ല എന്നുള്ള തീരുമാനം ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെയാണല്ലേ? അതെ, ഞാൻ മലയാള സിനിമ ആ കാര്യത്തിൽ എൻ്റെ അടുത്ത് നന്ദിയുള്ളതായിരിക്കണം. കാരണം ആ പാട്ടുകൾ ഒരുപക്ഷെ മലയാള ഗാനശാഖയ്ക്ക് കിട്ടിയ, എക്കാലത്തേക്കും കിട്ടിയ മുതൽക്കൂട്ടാണ്. കാരണം മൃണ്മയ മനോജ്ഞമുടൽ വീണുടയുകില്ലേ, ഉന്മയതിനുള്ളിൽ എരിയുന്ന കടദീപം എഴുതണമെങ്കിൽ അത് ഷിബു ചക്രവർത്തി, അന്നത്തെ ഷിബു ചക്രവർത്തി വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും എഴുതി ഒപ്പിക്കും.